ഇത് കാറ്റഗറി നമ്പർ 449/2023 കേരളത്തിലെ നോൺ വൊക്കേഷണൽ ഫിസിക്സ് ടീച്ചറിന് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിനകത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് കഴിഞ്ഞ മാസം 19 ജൂൺ 2024 ഈ എക്സാം നടന്നിട്ടുള്ളത്. നമുക്ക് അതിനകത്ത് ആ ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പോയിൻറ്റ്സും ലക്ഷ്മികാന്തിൽ നിന്നുള്ള പോയിൻറ്റ്സും നമുക്കൊന്ന് നോക്കാം. Which of the following statement about the Election Commission of India is not true? ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് താഴെ പറഞ്ഞിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, the Election Commission of India is constitutionally empowered to conduct elections of President and Vice President. എന്താണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷണലി എംപവർഡ് ആണ്, അതായത് നമ്മുടെ ഭരണഘടനയിൽ പവർ കൊടുത്തിട്ടുണ്ട് എന്തിന്, വൈസ് പ്രസിഡൻറ്റിൻ്റെയും പ്രസിഡൻറ്റിൻ്റെയും ഇലക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട്. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, സിൻസ് ഇറ്റ്സ് ഇൻസെപ്ഷൻ ഇൻ 1950 until 15 October 1989 the election commission was a one-member body with only the chief election commissioner as its sole member. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്ന 1950 ആൻഡ് ടിൽ 15 October 1989 വരെ അതൊരു വൺ മെമ്പർ ബോഡി ആയിരുന്നു. അതിനകത്തൊരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ ഉള്ളായിരുന്നു എന്നാണ് പറയുന്നത്. അതും കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. The chief election commissioner is appointed for a tenure of 6 years or until the age of 60, whichever is earlier. അതെന്താണ്, അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അല്ല. കാരണം the chief election commissioner is appointed for a tenure of 6 years, അത് ശരിയാണ്. or until the age of 65 ആണ്, whichever is earlier. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, സുകുമാർ സെൻ വാസ് ദ ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സുകുമാർ സെൻ ആയിരുന്നു എന്താണ് നമ്മുടെ ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇന്ത്യയുടെ. അപ്പോൾ എന്താണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. ബാക്കിയെല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. നമുക്കിതിൻ്റെ കൂടുതൽ പോയിൻറ്റ്സ് ഒന്ന് നോക്കാം. The Election Commission is a permanent and an independent body established by the Constitution of India directly to ensure free and fair elections in the country. എന്തിനാണ് ഇലക്ഷൻ കമ്മീഷൻ? അതൊരു പെർമനൻ്റ് ആയിട്ടുള്ള അല്ലേ, അതെന്താണ് സ്ഥിരമായിട്ടുള്ളതും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ബോഡിയാണ്, ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ബോഡിയാണ്. എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ആരാണത് എന്താണ് പറയുന്നത്, ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഭരണഘടന അനുസൃതമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ. ടു എൻഷുർ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് ഇൻ ദ കൺട്രി. സ്വതന്ത്രവും നീതിയുക്തമായിട്ട് തിരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നതിന് വേണ്ടി, രാജ്യത്ത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഭരണഘടന അനുസൃതമായിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. Article 324 of the Constitution provides that the power of superintendence, direction and control of elections to Parliament, State Legislature, the office of President of India and the office of Vice President of India shall be vested in the Election Commission. എന്താണ് ആർട്ടിക്കിൾ 324 പ്രകാരം പാർലമെൻറ്റിലെ തിരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പ്, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്, ഇതൊക്കെ നടത്താൻ വേണ്ടിയിട്ട് എന്താണ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നിലനിൽക്കുന്നത്. അപ്പം ആ പവർ കൊടുക്കുന്നത് ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 324 ആണ് ആ ഒരു പവർ, കോൺസ്റ്റിറ്റ്യൂഷനിൽ ആ ഒരു പവർ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് 1 പറയുന്നുണ്ട് എന്താണ്, ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് കോൺസ്റ്റിറ്റ്യൂഷണലി എംപവർഡ് ടു കണ്ടക്ട് ഇലക്ഷൻസ് ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്. കോൺസ്റ്റിറ്റ്യൂഷണലി എംപവേർഡ് ആണ്. ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 324 പ്രകാരം. പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് മാത്രമല്ല, പിന്നെ ഏതൊക്കെയാണ് വരുന്നത്, നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, അതുപോലെ തന്നെ ഇലക്ഷൻസ് ടു പാർലമെൻറ്റ്, അതും എന്താണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗമായിട്ട് വരുന്ന തിരഞ്ഞെടുപ്പുകളാണ്. പിന്നെ പറയുന്നത്, thus the election commission is an all India body in the sense that it is common to both the central government and the state governments. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെയും സെൻട്രൽ ഗവൺമെൻറ്റിലെയും ഇലക്ഷൻസ് നടത്തുന്ന ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ബോഡി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. It must be noted here that the election commission is not concerned with the elections to panchayats and municipalities in the states. അപ്പോൾ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും ഇലക്ഷൻസ് എന്താണ് നടത്തുന്നത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ അല്ലാതെ നടത്തുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഏതൊക്കെ എന്താണ് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധമില്ല, നമ്മുടെ പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലും തിരഞ്ഞെടുപ്പുകളുമായിട്ട് ബന്ധമില്ല. അതിന് ഫോർ ദിസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ഫോർ എ സെപ്പറേറ്റ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ.
അപ്പോൾ ഇതിൻ്റെ കോമ്പോസിഷൻ നോക്കാം. ആർട്ടിക്കിൾ 324 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് മെയ്ഡ് ദ ഫോളോയിങ് പ്രൊവിഷൻസ് വിത്ത് റിഗാർഡ് ടു ദ കമ്പോസിഷൻ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എന്താണ്, ഈ തിരഞ്ഞെടുപ്പുകളൊക്കെ എന്താണ് ഇതിനെക്കുറിച്ചെല്ലാം പറയുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്ന കുറേ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് പാർട്ട് 15 ആർട്ടിക്കിൾ 324 ടു ആർട്ടിക്കിൾ 329 ആണ്. ആർട്ടിക്കിൾ 324 പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത്, ഇലക്ഷൻ കമ്മീഷൻ ഷോൾ കൺസിസ്റ്റ് ഓഫ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് സച്ച് നമ്പർ ഓഫ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഇഫ് എനി ആസ് ദ പ്രസിഡന്റ് മേ ഫ്രം ടൈം ടു ടൈം ഫിക്സ്. ഇലക്ഷൻ കമ്മീഷനകത്ത് ആരാണ്? മെയിനായിട്ട് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടാവും. അതേപോലെ തന്നെ എന്താണ് നമ്മൾ ഇലക്ഷൻ കമ്മീഷണേഴ്സ് കാലാകാലങ്ങളിൽ രാഷ്ട്രപതി തീരുമാനിക്കുന്ന ഇലക്ഷൻ കമ്മീഷണേഴ്സും അതിനകത്ത് ഉണ്ടായിരിക്കണം. ഇലക്ഷൻ കമ്മീഷനകത്ത് ഉണ്ടായിരിക്കണം. അപ്പോയിൻമെൻറ്റ് ഓഫ് ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഷാൽ ബി മെയ്ഡ് ബൈ ദ പ്രസിഡന്റ്. അപ്പം ഈ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും അതുപോലെ തന്നെ ബാക്കിയുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷണേഴ്സിനെയൊക്കെ നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതി ആയിരിക്കും. When any other election commissioner is so appointed, the chief election commissioner shall act as the chairman of the election commission. അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക്, അതായത് ഇലക്ഷൻ കമ്മീഷണറിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ആരായിരിക്കും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ? ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് ആര് വരും? ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരിക്കും ആ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചെയർമാനായിട്ട് ഇരിക്കുന്നത്. അതായത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധ്യക്ഷനായിട്ട് നിലകൊള്ളുക. അതിനുശേഷം പറയുന്ന പോയിൻ്റാണ് എന്താ? The President may also appoint, after consultation with the Election Commission, such regional commissioners as he may consider necessary to assist the Election Commission. അപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷൻ ആവശ്യമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്താണ്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഒരു കൂട്ടായ സമിതി നിലയ്ക്ക് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വേണമെങ്കിൽ പ്രസിഡൻറ്റിന് താല്പര്യം തോന്നുവാണെങ്കിൽ, ആവശ്യമെന്ന് തോന്നുവാണെങ്കിൽ റീജിയണൽ കമ്മീഷണർമാരെ കൂടെ ഈ പ്രസിഡൻറ്റിന് എന്ത് ചെയ്യാം? നിയമിക്കാം. എന്തിനാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. The President may also appoint, after consultation with the Election Commission, അതാണ് പറഞ്ഞത്, the conditions of service and tenure of office of the election commissioners and the regional commissioners shall be determined by the President എന്നാണ്. പക്ഷേ ഈ പറയുന്ന കണ്ടീഷൻ, അതായത് എത്ര നാൾ ഈ ഇലക്ഷൻ കമ്മീഷണേഴ്സ് നിൽക്കണം, അതിൻ്റെ സർവീസ് ടെന്യൂർ, അതുപോലെ തന്നെ സേവന കാലാവധി, പിന്നെ ബാക്കിയുള്ള സേവനത്തിൻ്റെ വ്യവസ്ഥകൾ, കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന ആരാണ്? പ്രസിഡൻ്റാണ്. Since its inception in 1950 until 15 October 1989, the Election Commission functioned as a single-member body consisting of the Chief Election Commissioner. അപ്പം 1950 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വരുമ്പോൾ അന്ന് മുതൽ 15 ഒക്ടോബർ 1989 വരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തായിരുന്നു? ഒരു ഏക അംഗ കമ്മീഷനായിരുന്നു. അതിനകത്ത് ആര് മാത്രമേ ഉള്ളൂ? ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാത്രമേ ഉള്ളൂ. ഓൺ 16 ഒക്ടോബർ 1989. പക്ഷേ 16 ഒക്ടോബർ 1989 മുതൽ എന്ത് സംഭവിക്കുന്നു? ദ പ്രസിഡന്റ് അപ്പോയിൻറ്റഡ് 2 more ഇലക്ഷൻ കമ്മീഷണേഴ്സ്. 2 പേരെ കൂടെ ഇലക്ഷൻ കമ്മീഷണേഴ്സായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. എന്തിനാണ്? ടു കോപ്പ് വിത്ത് ദ ഇൻക്രീസ്ഡ് വർക്ക് ഓഫ് ദ ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ ഇലക്ഷൻ കമ്മീഷണർ ഭയങ്കരമായിട്ടൊരു വർക്ക് ലോഡ് വന്നപ്പോഴാണ് ഈ 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ കൂടെ പ്രസിഡന്റ് അപ്പോയിൻറ്റ്. അപ്പോൾ നേരത്തെ പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 324 പറയുന്നുണ്ട്, ദ പ്രസിഡന്റ് മേ ഓൾസോ അപ്പോയിൻറ്റ് ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ദ ഇലക്ഷൻ കമ്മീഷൻ സച്ച് റീജിയണൽ കമ്മീഷണേഴ്സ് ആസ് ഹി മേ കൺസിഡർ നെസസറി ടു അസിസ്റ്റ് ദ ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പ്രസിഡന്റിന് അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ വർക്ക് ലോഡ് വന്ന സമയത്ത് നമ്മുടെ പ്രസിഡന്റ് എന്ത് ചെയ്തു? 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ കൂടെ അപ്പോയിൻറ്റ് ചെയ്തു. അപ്പോൾ എന്താണ് ഇവിടെ വന്ന് വർക്ക് ലോഡ് എന്ന് പറഞ്ഞാൽ, ഓൺ അക്കൗണ്ട് ഓഫ് ലോവറിംഗ് ഓഫ് ദ വോട്ടിംഗ് ഏജ് ഫ്രം 21 to 18 years. 21 വയസ്സിൽ നിന്ന് വോട്ടിംഗ് ഏജ് 18 വയസ്സിലേക്ക് കുറയ്ക്കുന്ന ആ ഒരു സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ ഒരുപാട് വർക്ക് ലോഡ് വരികയും അതുകൊണ്ടാണ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ കൂടെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. Thereafter, the election commission functioned as a multi-member body consisting of 3 election commissioners. അതിനുശേഷം കുറച്ച് നാൾ ഒരു 3-member ബോഡി ആയിട്ടാണ്, അപ്പോൾ 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ടൊരു മൾട്ടി-member ബോഡി ആയിട്ടാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഫംഗ്ഷൻ ചെയ്തത്. However, the 2 posts of election commissioners were abolished in January 1990. പക്ഷേ 1990 ജാനുവരി ആയപ്പോഴത്തേക്ക് ഈ 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ എടുത്ത് മാറ്റിക്കളഞ്ഞു. എന്നിട്ട് ദ ഇലക്ഷൻ കമ്മീഷൻ വാസ് റിവേർട്ടഡ് ടു ദ ഏർലിയർ പൊസിഷൻ. പണ്ടത്തെ പോലെ തന്നെ ഒരു ഏകാംഗ കമ്മീഷനായിട്ട്
തുടരുകയാണ് ചെയ്യുന്നത്. എപ്പം മുതൽ? ജാനുവരി 1990 പിന്നെയും ഒരു സിംഗിൾ മെമ്പർ ബോഡി ആയിട്ട് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ മാറുവാണ്. എഗെയിൻ ഇൻ ഒക്ടോബർ 1993 ദ പ്രസിഡന്റ് അപ്പോയിൻറ്റഡ് 2 more ഇലക്ഷൻ കമ്മീഷണേഴ്സ്. വീണ്ടും എന്താണ്, ഒക്ടോബർ 1993 പ്രസിഡന്റ് ഈ പഴയ പോലെ എന്താണ് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ ആഡ് ചെയ്യുന്നു. ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം പിന്നീട് അപ്പം 1993 ഒക്ടോബർ മുതലാണ് പിന്നെ വീണ്ടും ഇതൊരു 3 മെമ്പർ ബോഡിയായിട്ട് വരുന്നത്. സിൻസ് ദെൻ ആൻഡ് ടിൽ ടുഡേ, അന്ന് മുതൽ ഇന്ന് വരെ ദി ഇലക്ഷൻ കമ്മീഷൻ ഹാസ് ബീൻ ഫങ്ഷനിങ് ആസ് എ മൾട്ടി മെമ്പർ ബോഡി കൺസിസ്റ്റിംഗ് ഓഫ് 3 ഇലക്ഷൻ കമ്മീഷണേഴ്സ്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ എന്താണ്, മൾട്ടി മെമ്പർ ബോഡിയാണ്, ഒരു ബഹുഅംഗ കമ്മീഷൻ, അതായത് ഒരു 3 മെമ്പർ ബോഡിയായിട്ട് ഇത് മൾട്ടി മെമ്പർ ബോഡിയായിട്ട് ഇത് ഫങ്ഷൻ ചെയ്യുന്നു. The chief election commissioners and the other 2 election commissioners have equal powers and receive equal salary. എന്താണ്, ഇപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ഇലക്ഷൻ കമ്മീഷണേഴ്സിനെക്കാട്ടിലും കൂടുതൽ സാലറിയോ കൂടുതൽ പവറോ ഒന്നുമില്ല, എല്ലാം സെയിം ആണ്. ഈക്വൽ പവറാണ്, ഈക്വൽ സാലറിയാണ്, ഈക്വൽ അലവൻസ് ആണ്, എല്ലാ കാര്യങ്ങളും ഈക്വൽ ആണ്. വിച്ച് ആർ സിമിലർ ടു ദോസ് ഓഫ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോടതിയുടെ ജഡ്ജിൻ്റെ എന്താണ് അതേ സാലറി, അതേ കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് കിട്ടുന്നത്, ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനും അത് മാത്രമല്ല ബാക്കിയുള്ള ഇലക്ഷൻ കമ്മീഷണേഴ്സിനും. ഇൻ കേസ് ഓഫ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അമംഗ്സ്റ്റ് ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, എന്തെങ്കിലും എന്താണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ തമ്മിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദ മാറ്റർ ഈസ് ഡിസൈഡഡ് ബൈ കമ്മീഷൻ ബൈ മെജോറിറ്റി. അപ്പം അതിൽ കൂടുതൽ കമ്മീഷനിലെ ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ചായിട്ടായിരിക്കും ആ തീരുമാനം പിന്നീട് എടുക്കുക. ദേ ഹോൾഡ് ഓഫീസ് ഫോർ എ ടേം ഓഫ് 6 years or until they attain the age of 65 years. എന്താണ്, അവർക്ക് ഒന്നെങ്കിൽ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്, ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അതുവരെ, വെരി സോളിയർ, അതുവരെ ആയിരിക്കും ഇവർ ഓഫീസിൻ്റെ ഇലക്ഷൻ കമ്മീഷണർമാരുടെ കാലാവധി. ഓക്കെ, they can resign at any time or can also be removed before the expiry of their term. എന്ന് പറഞ്ഞിട്ട് എന്താ, അവർക്ക് റിസൈൻ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ അവർക്ക് ആ ഒരു ടേം തീരുന്നതിന് മുമ്പ് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാകുന്നതിന് മുമ്പേ തന്നെ അവരെ റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് റിസൈനും ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. അപ്പം ഇതിനകത്ത് വേറൊരു പോയിന്റ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സാലറി പറയുന്നുണ്ടല്ലോ, അതായത് എന്താണ് സാലറി, ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ഇലക്ഷൻ കമ്മീഷണേഴ്സും സാലറി എന്താണ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ടിൻ്റെ സെയിം ആണെന്ന് പറയുന്നുണ്ടല്ലേ. അത് എത്രയാണ്? 2,50,000 ആണ്, 2,50,000 റുപ്പീസാണ് അവരുടെ സാലറി. സുപ്രീം കോടതിയിലെ ജഡ്ജിയുടെ സാലറിയാണ് 2,50,000. അത്രയും തന്നെയാണ് ഈ ഇലക്ഷൻ കമ്മീഷണേഴ്സിനും കിട്ടുന്നതാണ് വേറൊരു പോയിന്റ്. പിന്നെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ശ്രീ രാജീവ് കുമാറാണ്. സെപ്റ്റംബർ 2020 അദ്ദേഹം ആ ഒരു സ്ഥാനം ഏൽക്കുന്നത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നേരത്തെ പറഞ്ഞു. ബാക്കിയുള്ള 2 ഇലക്ഷൻ കമ്മീഷണേഴ്സിൽ ഒരാൾ ശ്രീ ഗ്യാനേഷ് കുമാറാണ്. ശ്രീ ഗ്യാനേഷ് കുമാർ അദ്ദേഹവും ഈ പറയുന്ന പോലെ മാർച്ച് 15, 2024 ഗ്യാനേഷ് കുമാർ അധികാരം ഏൽക്കുന്നത്. പിന്നെ വരുന്നത് സുഖ്ബീർ സിംഗ് സന്ധു ആണ്. സുഖ്ബീർ സിംഗ് സന്ധു അതുപോലെ തന്നെ 15 മാർച്ച് 2024 ഇലക്ഷൻ കമ്മീഷണർ പദവിയിലേക്ക് വരുന്നത്. ഇത്രയും ആൾക്കാരാണ്. രാജീവ് കുമാർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, പിന്നെ ഗ്യാനേഷ് കുമാർ, പിന്നെ സുഖ്ബീർ സിംഗ് സന്ധു, ഇത്രയും പേരാണ് അതിനകത്ത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. ക്വസ്റ്റ്യനകത്ത് എന്താണ് പറയുന്നത്? Election Commission of India constitutionally empowered to conduct elections of President and Vice President. അത് ശരിയാണ്. Since its inception in 1950 until 15 October 1989, the Election Commission was a one-member body with only ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആസ് ഇറ്റ്സ് ഓൺ മെമ്പർ. അത് നമ്മൾ നോക്കി. പിന്നെന്താണ്, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഈസ് അപ്പോയിൻറ്റഡ് ഫോർ എ ടെന്യൂർ ഓഫ് 6 years or until the ഏജ് ഓഫ് എത്രയാണ്? ഏജ് 65 ആണ്, വിച്ച് എവർ ഈസ് ഏർലിയർ. പിന്നെ സുകുമാർ സെൻ ആണ് ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. അത് ബേസിക് ഫാക്റ്റാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് സുകുമാർ സെൻ ആണ്. ഇപ്പോഴത്തെ നമ്മൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ്
ഇന്നലെ നടന്നിട്ടുള്ള ഇന്നലെയല്ല കഴിഞ്ഞ മാസം നടന്നിട്ടുള്ള എക്സാമിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ആണ്. ഇനിയിപ്പോൾ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടൊക്കെ വരാൻ നമുക്ക് സാധ്യതയുണ്ട്. അപ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതൊരു കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പിന്നീട് നോക്കാം. ശരി, താങ്ക് യു.